മൂന്നാറിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് മാട്ടുപ്പെട്ടി ഡാം. ഡാമിലെ സ്പീഡ് ബോട്ടിലെ സഞ്ചാരം ഒരു വ്യത്യസ്തമായ അനുഭവമാണ് നൽകുന്നത്. ഒന്നും പറയാനില്ല, കിടിലൻ യാത്രയായിരിക്കും. വളരെ പരിചയസമ്പന്നരായ ആളുകളാണ് ഇവിടെ ബോട്ടുകൾ ഓടിക്കുന്നത് എന്ന് ബോട്ടിൽ കയറി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് കിടിലൻ യാത്രയാണ് എന്ന്. രാവിലെ 8 മണിക്ക് മൂന്നാറിൽ നിന്നും മാടുപ്പെട്ടി അല്ലെങ്കിൽ മാട്ടുപ്പെട്ടി ഡാം കാണാൻ വേണ്ടി ഞങ്ങൾ പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ വെച്ച് മൂന്നാറിന്റെ ഗ്രാമപ്രദേശത്തിന്റെ അതിസുന്ദരമായ കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു. പച്ചപ്പണിഞ്ഞു നിൽക്കുന്ന മലയുടെ ചെരുവിൽ ജനങ്ങൾ താമസിക്കുന്ന നിരവധി കെട്ടിടങ്ങൾ കാണാം. മിക്ക കെട്ടിടങ്ങളും വിനോദസഞ്ചാരികൾക്ക് താമസിക്കാനുള്ളതാണ്. മൂന്നാറിൽ തേയിലത്തോട്ടങ്ങളുടെ ഒരു വൻ ചാകരയാണ് എന്ന് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഫെബ്രുവരി ആയിട്ടും രാത്രിയിൽ നല്ല തണുപ്പ് തന്നെയാണ് മൂന്നാറിൽ അനുഭവപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാമിന്റെ അടുത്തേക്കെത്തി. രാവിലെ ആയതുകൊണ്ട് സഞ്ചാരികൾ എത്തിത്തുടങ്ങുന്നതേയുള്ളൂ. മൂന്നാർ ഭാഗത്ത് നിന്ന് വരുമ്പോഴുള്ള ഡാമിന്റെ ഭാഗത്ത് നമുക്ക് പെഡൽ ബോട്ട് സർവീസ് ലഭ്യമാണ്. മെനക്കേടുള്ള പണിയായതുകൊണ്ട് പെഡൽ ബോട്ടിലൂടെയുള്ള സഞ്ചാരത്തിന് താല്പര്യം തോന്നിയില്ല. ഡാമിന് മുകളിലൂടെ വലിയൊരു വാഹനത്തിനും കാറ് പോലുള്ള ചെറിയൊരു വാഹനത്തിനും ഒരേ സമയം കടന്നു പോകാം. കിഡിലൻ വ്യൂ ആണ് ഡാം നിൽക്കുന്ന പ്രദേശത്തിനുള്ളത്. പല വന്യജീവികളും ഡാമിൽ നിന്നും വെള്ളം കുടിക്കാൻ വരാറുണ്ട്. ഡാമിന്റെ അടുത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് കേരള ടൂറിസം വകുപ്പിന്റെ വിവിധ രീതിയിലുള്ള ബോട്ടുകൾ ഉപയോഗിച്ചുള്ള ജലയാത്ര സാധ്യമാകുന്നത്. ഡാമിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ദേവികുളം പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. പഞ്ചായത്ത് ഓഫീസിന് തൊട്ടു മുമ്പിൽ നല്ല ഫുഡ് കിട്ടുന്ന കടകളുണ്ട്. ഇതിലൊന്നിൽ കയറി ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചു. ഇവിടെ നിന്നും അല്പം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സൺമൂൺ വാലി ബോട്ടിംഗ് സെന്റർ എന്നൊരു ബോർഡ് കാണാൻ കഴിയും. പാർക്കിംഗ് ചാർജ് ലാഭിക്കാനായി ഞങ്ങൾ വന്ന വാഹനം റോഡ് സൈഡിൽ ഒതുക്കി നിർത്തി അകത്തേക്ക് പ്രവേശിച്ചു. രാവിലെ ആയതുകൊണ്ട് തന്നെ ഇവിടെയും സഞ്ചാരികൾ വന്നു തുടങ്ങുന്നേയുള്ളൂ. അകത്തേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ പ്രായക്കണക്കനുസരിച്ച് കൊടുക്കേണ്ട പ്രവേശന ഫീസിന്റെയും വാഹന പാർക്കിങ്ങിന്റെയും ക്യാമറയുടെയും ഒക്കെ ചാർജ് ഈ ഒരു ബോർഡിൽ നോക്കിയാൽ മനസ്സിലാകും. ഒരേ സമയം 5 യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന സ്പീഡ് ബോട്ട് ടിക്കറ്റ് 1080 രൂപ ചാർജ് കൊടുത്തു വാങ്ങി മുന്നോട്ട് നടന്നു. ബോട്ട് നിൽക്കുന്ന ഭാഗത്തേക്ക് നടന്നു പോകുമ്പോൾ വഴിയോരത്ത് ചെറിയൊരു പാർക്ക് കാണാൻ കഴിയും. നല്ല ഭംഗിയിൽ ഗാർഡൻ സംരക്ഷിക്കുന്നുണ്ട്. കുട്ടികളെയും മുതിർന്നവരെയും പ്രതീക്ഷിച്ചുകൊണ്ട് പല ആക്ടിവിറ്റികളും ഇതിനകത്ത് നടക്കുന്നുണ്ട്. മൂന്നാറിലെ ആദ്യ സോളാർ ബോട്ട് സർവീസും ഇവിടെ തന്നെയാണ് തുടങ്ങിയത്. പാർക്കിംഗ് ഏരിയയിൽ നിന്നും വാങ്ങിയ ടിക്കറ്റും കൊണ്ട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ആഫീസിലെത്തി. ഇനി ഇവിടെ നിന്ന് അതും ഇതുമൊക്കെ എഴുതിയ ഒരു പേപ്പർ തരും. അതിൽ നമ്മുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും എഴുതി ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓഫീസിലുള്ള ആള് അദ്ദേഹത്തിന്റെ ഒപ്പും നമ്മുടെ ടിക്കറ്റ് നമ്പറും എഴുതി തിരികെ തരുന്ന ആ ഒരു പേപ്പർ താഴെയുള്ള, അതായത് ഇവിടെയുള്ള ആളെ നമ്മൾ കാണിക്കേണ്ടതാണ്. അദ്ദേഹം അത് വാങ്ങി നമ്മൾ വെള്ളത്തിൽ വീണാൽ മുങ്ങിപ്പോകാതിരിക്കാനുള്ള സുരക്ഷാ ജാക്കറ്റ് ഞങ്ങൾക്ക് തന്നു. അതും ധരിച്ചുകൊണ്ട് ഞങ്ങൾക്കായി തയ്യാറായ സ്പീഡ് ബോട്ടിലേക്ക് നേരെ കയറി ചെന്നു. ബോട്ട് ഞങ്ങളെയും കൊണ്ട് ജലപരപ്പിലേക്ക് ഇരമ്പിപ്പായാൻ തുടങ്ങി. ഒരു സാധാരണ യാത്രയാകുമെന്നാണ് ആദ്യം വിചാരിച്ചത്. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതൊരു അഡ്വഞ്ചർ യാത്രയും കൂടിയാണെന്ന്. സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബോട്ട് ഇടയ്ക്ക് വെച്ച് ഇടത്തോട്ടൊന്ന് വെട്ടിച്ച് പിന്നെ വലത്തോട്ടൊരു വെട്ടിക്കലാണ്. കിളി പാറി പോകുന്ന വൈബ്. ഒന്നും പറയാനില്ല, കിടിലൻ. ഇങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കിട്ടിയപ്പോഴാണ് കൊടുത്ത ക്യാഷ് മുതലായത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇനി എന്തെങ്കിലും മൂന്നാറിൽ വരികയാണെങ്കിൽ തീർച്ചയായും സ്പീഡ് ബോട്ടിൽ കയറണമെന്ന് ഞങ്ങൾ പരസ്പരം പറയുകയും ചെയ്തു. പല സംഘങ്ങളായുള്ള ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള ബോട്ടുകൾ ഇവിടെയുണ്ട്. ഉദാഹരണത്തിന് 5 ആളുകൾ, 7 ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള ബോട്ടുകൾ ഇവിടെയുണ്ട് എന്ന്. നമുക്ക് ഡാമിന്റെ കാഴ്ചകൾ വ്യക്തമായിട്ട് കാണുവാനും അതുപോലെ ഫോട്ടോയൊക്കെ എടുക്കുവാനും ഒക്കെ ബോട്ട് നിർത്തി ഓഫാക്കി തരികയും ചെയ്യും. ഡാമിന് ചുറ്റും പ്രധാനമായും യൂക്കാലി മരങ്ങളുടെ കാടാണ്. നല്ല ഭംഗിയുമുണ്ട് കാണാൻ. ഭാഗ്യമുണ്ടെങ്കിൽ കാട്ടാനകൾ വെള്ളം കുടിക്കുന്നത് നമുക്ക് ഇവിടെ വെച്ച് കാണാൻ കഴിയുന്നതാണ്. ഇനി ഡാമിനെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ചിത്തിരപുരം ഗ്രാമത്തിലാണ് ഈ ഒരു അണക്കെട്ടുള്ളത്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ ഒരു സംഭരണ അണക്കെട്ടാണിത്. പെരിയാറിന്റെ പോഷക നദിയായ മുതലപ്പുഴയാറിലാണ് അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത്. വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടി നിർമ്മിച്ച ഈ ഒരു അണക്കെട്ട് ഒരു ഗ്രാവിറ്റി അണക്കെട്ടാണ്, അതായത് ഗുരുത്വാകർഷണ അണക്കെട്ടാണ് എന്ന്. ഇത്തരത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടും ഇത് തന്നെയാണ്. ഇതിനകത്തെ ചെളി പുറത്തേക്ക് കളയാനായി ഡാമിൽ ഒരു വാൾവും സ്ഥാപിച്ചിട്ടുണ്ട്. 1949 നിർമ്മാണം തുടങ്ങി 1953 നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. ഡാമിന് 85.34 മീറ്റർ ഉയരവും 237.74 മീറ്റർ നീളവുമുണ്ട്. കോൺക്രീറ്റ് കൊണ്ടാണ് നിർമ്മാണം. ഇതിലെ വെള്ളം വറ്റാറില്ല. ഉടുമ്പൻചോല, ദേവികുളം, കോതമംഗലം, മൂവാറ്റുപുഴ, കുന്നത്തുനാട്, ആലുവ, കൊടുങ്ങല്ലൂർ, പറവൂർ താലൂക്കുകളിലേക്കാണ് ഇതിലെ വെള്ളം ഒഴുകുന്നത്. അന്നത്തെ 2.2 കോടി രൂപ മുടക്കിയാണ് ഡാം നിർമ്മിച്ചത്.
55.4 ദശലക്ഷം ക്യൂബിക് മീറ്ററാണ് ഡാമിന്റെ ആകെ ശേഷി. ഡാം നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പിലെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ EU ഫിലിപ്പോസ് ആണ്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് ഡാം സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ സമയം. അണക്കെട്ടിൽ നിന്നും നിരന്തരം വെള്ളം ലഭിക്കുന്നത് കൊണ്ട് നദിക്കു ചുറ്റും നല്ല പച്ചപ്പാണ്. ഇവിടെയൊക്കെയുള്ള പലതരം തോട്ടങ്ങൾ നിരന്തരം വെള്ളം ലഭിക്കുന്നത് കൊണ്ട് തഴച്ചാണ് വളരുന്നത്. മാട്ടുപ്പെട്ടി ഡാമിലെ കാഴ്ചകൾ തീർച്ചയായും നമ്മുടെ കണ്ണുകൾക്ക് ഒരു വിരുന്ന് തന്നെയാണ് സമ്മാനിക്കുന്നത്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക, ജലം സംരക്ഷിക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങളാണ് ഡാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാട്ടുപ്പെട്ടിയിലെ ഈ ഒരു തടാകം ജനിച്ചത് തന്നെ ഈ ഒരു ഡാം കൊണ്ടാണെന്ന് പറയാം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1500 അടിക്ക് ഉയരത്തിലാണ് ഈ ഒരു പ്രദേശമുള്ളത്. മൂന്നാറിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഏകദേശം 13 കിലോമീറ്ററാണ് ദൂരമുള്ളത്. നിരവധി തേയിലത്തോട്ടങ്ങൾ കടന്നുള്ള ഡാം ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്ര അത് വേറൊരു വൈബാണ്. അവധി ദിനങ്ങളിൽ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ നേരത്തെ വരുന്നതാകും നല്ലത്. ശനി ഞായർ ദിവസങ്ങളിൽ പുടുത്തം വിട്ട തിരക്കാണ്. തിരക്ക് കാരണം 1.5 മണിക്കൂറോളമാണ് ഞങ്ങൾ വന്ന വാഹനം ബ്ലോക്കിൽ അകപ്പെട്ടത്. വളരെ ദൂരെ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് സഞ്ചാരികൾ വരുമ്പോൾ ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അന്നത്തെ ദിവസം കൊണ്ട് പോയി കിട്ടും. അപ്പോൾ മൂന്നാർ വരികയാണെങ്കിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു ഇടം തന്നെയാണ് ഈ ഒരു ഡാമും പരിസരവും. ഇനി ഇവിടെ നിന്നും അടുത്തുള്ള എക്കോ പോയിന്റിലേക്കാണ് പോകുന്നത്. ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം.